ഇതാണ് കമലഹാസൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ വീണേന് ഇവിടെ വീടേന്നല്ല, നീയാണ് കമലഹാസൻ എന്ന് പറഞ്ഞത്. ഇവിടെ തട്ടി വീടേന് ഇതെന്നടാ ഈ അപൂർവ സഹോദരനെ കമലഹാസനെ പോലെ ഇരിപ്പുള്ള പൊക്കം കുറഞ്ഞ് ഇതെന്ത് കോലത്. നീ ഇവിടെ വീണ് ഞാനത് കണ്ട്. ഇപ്പൊ ഇവിടെ വീണ് ഞാനത് കണ്ടു. എന്താണ് നിന്റെ പേരെന്താണ്? നിന്റെ പേര് നിനക്കറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ അറിയണം. നീ നിന്റെ പേര് പറ. സുരേഷ്. ഓക്കെ, സുരേഷ്. PS. ആദ്യം PS പിന്നെ സുരേഷ്. ആദ്യം PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ സുരേഷ് PS സുരേഷ്. അത് PS പിന്നെ സുരേഷ്. മൊത്തത്തിൽ സുരേഷ് PS സുരേഷ് PS. എന്താണ് പേര് പറ കറക്റ്റായിട്ട്. ഇങ്ങനെ മറ്റേ എഴുതുമ്പോ സുരേഷ് PS നീ നിന്റെ പേര് പറഞ്ഞ് ശ്വാസം മുട്ടി മരിക്കാതെ നിന്റെ നാട്ടിൽ വിളിക്കുന്ന പേരുണ്ട്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരും അതെ. അത് മതി. ഓക്കെ, എന്താണ് നിന്റെ വീട്ടിൽ വിളിക്കാൻ പേരെന്നാ? ശശി കോടനാട്. ശശി പറഞ്ഞാണ്. ഓക്കെ, ശശി കോടനാട്. നല്ല സ്ഥലമാണ്. പക്ഷെ എനിക്ക് പറയാനായിട്ടില്ല. ശശി കോടനാട് അത് പറഞ്ഞാ പോരെ. പിന്നെ സുരേഷ് PS സുരേഷ് വേണ്ട, അത് കുഴപ്പമില്ല. ഈ ശശി കോടനാട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പറ്റിയ പേരല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നീ സുരേഷ് തന്നെ കിടക്കട്ടെ. വേണ്ടല്ല, എന്റെ നാട്ടിലെ പേര് എനിക്കിട്ടാ പോലെ. സ്വന്തം നാട്ടിലെ പേരിടണം. സുരേഷ് PS. ഓക്കെ, ആയിക്കോട്ടെ. ശശി കോടനാട്. ഓക്കെ, ശശി കോടനാടിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഞാനുണ്ട്, എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്, എന്റെ പെങ്ങളുണ്ട്, ചേട്ടനുണ്ട്. അച്ഛനാരാണ്? ഞാൻ ഇവിടുന്ന് പോവുക. എന്റെ അച്ഛൻ മഹാകവിയായിരുന്നു. ഞാനിതൊക്കെ കേട്ടിട്ട് പോലുമില്ല. മഹാകവി തങ്കച്ചൻ. ഞാനിതൊക്കെ കേട്ടിട്ട് പോലുമില്ല. നിങ്ങൾ കേട്ടിട്ടില്ല? ഞാൻ ഇന്നവരെ കണ്ടിട്ടേ ഇല്ല. മഹാകവി തങ്കച്ചൻ. തങ്കച്ചന്റെ ഏറ്റവും പ്രശസ്തമായ നോവലായിരുന്നു പ്ലീസ്. നോവലിലെ കവിതയായിരുന്നു കന്നിമാസത്തിലെ പട്ടി. ശല്യക്കാരാവില്ല. കന്നിമാസത്തിലെ പട്ടി. എന്റെ അമ്മ പാവമായിരുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞു വന്നിട്ട് എന്റെ അമ്മ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുക. രാത്രി 1:30-2 മണിയായപ്പോ എന്റെ അച്ഛൻ മഹാകവി തങ്കച്ചൻ, കന്യമാസത്തിലെ കർത്താവ് വന്നച്ച എന്റെ അച്ഛൻ എന്റെ അമ്മേനെ കുറെ കിടക്കുന്ന അമ്മേനെ ഷൂ നല്ലാതെ അങ്ങനെ ചോദിക്കാൻ പറ്റൂ. പയ്യെ പിടിച്ചു. എന്നിട്ട് എന്റെ അച്ഛൻ എന്റെ അമ്മയെ കന്യമാസത്തിലെ പട്ടി ചൊല്ലിക്കേപ്പിച്ചു. അന്നച്ഛൻ മുങ്ങി. 10ാം മാസം ഞാൻ പൊങ്ങി. അദ്ദേഹത്തെ തീർച്ചയായും എംബളം ഉണ്ടോ? അങ്ങേർക്കൊരു എംബളം ഉണ്ടോന്നാണോ എനിക്കൊരു എംബളം ഉണ്ടായത്? ഇതെന്നാ ചോദ്യം? അങ്ങനെ ചോദിക്കരുത്. മനസ്സിലായി. അപ്പൊ വേറെ കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ആരാണ്? എന്റെ ചേട്ടൻ സ്വാമിയല്ലായിരുന്നോ? എന്താണ് പേര്? സുരേഷ് മാധവൻ. ഇപ്പൊ എന്ത് ചെയ്യണ്? ഇപ്പൊ ചെയ്യില്ല. അതിനെ കുറിച്ച് അറിയില്ല. അതങ്ങോട്ട് പോക്കോട്ടെ. അതെന്തോക്കെ വൃത്തികെട്ടൊരു സംഭവം ചെയ്തു പോകണം. അത് അറിയണ്ട. ചേട്ടന്റെ കാര്യം വിട്ടാല് പിന്നെ പെങ്ങള് നല്ല പൊസിഷനില്ല. എന്താണ്? റേഡിയോ മംഗല എന്ത് ചെയ്യണ്? മങ്ങാണ്ടി ആയിട്ട് പറഞ്ഞു. കുടുംബത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ ഒരു സെറ്റപ്പ് ഈ പാട്ടുപരമായിട്ടും മിമിക്രിപരമായിട്ടും തനിക്ക് എന്ത് പോലെ കഴിവുണ്ടോ? പാട്ടുപരമായിട്ടും മിമിക്രിപരമായിട്ട് തനിക്ക് വല്ല കഴിവുണ്ടോ? പാട്ട് വിട്ടേരെ. പാട്ടൊക്കെ പാടാൻ വേറെ ആൾക്കാരുണ്ട്. മിമിക്രിപരമായിട്ട് മിമിക്രി നല്ല അക്ഷരസ്ഫുടത വേണം. മിമിക്രി അക്ഷരപുഷ്ടി ഇച്ചിരി കുറവാണ്. അതൊന്ന് ക്ഷമിക്കണം. അക്ഷരപുഷ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഒന്ന് സാറ് പറഞ്ഞാൽ പറയാം. മിമിക്രി ശരിയായി. ശശി കോടനാട്. താനൊന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞു തരാം. മിമിക്രി നമുക്ക് ഒന്നിച്ചു പറയാം. മിമിക്രി ഒന്നുകൂടെ പറയാം. മിമിക്രി ഇതെന്താണ്? ഞാൻ പറഞ്ഞത് താൻ പറയണമെന്ന്. ഞാൻ പറയണത് താനും കേൾക്കണ, സാറ് പറഞ്ഞ ഞാനും കേൾക്കണ. നല്ല പേരാ. മിമിക്രി പരമായിട്ട് തനിക്ക് എന്താണ് കഴിവുള്ളത്? മറ്റേ സിനിമയിലൊക്കെ ഇതുള്ള അവരുടെയൊക്കെ എന്തെന്ന് ശബ്ദ
ശബ്ദം പറയും. എന്തെന്നാണ് താൻ പറഞ്ഞത്? മിമിക്രി ആരെ എന്തെന്ന് കാണിക്കുന്ന പറഞ്ഞ സിനിമയിലുള്ള സിനിമാറ്റിക് സുരേഷ് ഗോപി, സുരേഷ് പി എസ്. അല്ല, ഞാൻ എന്റെ പേര് തന്നെ പറഞ്ഞേക്കരുത്. അതാ ഞാൻ പറഞ്ഞ ഈ സുരേഷ് പി എസ് പറയരുത്. വേണ്ട. ശശി കോടനാട് നല്ല പേരാ. അപ്പൊ സുരേഷ് ഗോപിയുടെ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഡയലോഗ് പറഞ്ഞു. സുരേഷ് ഗോപി പറയുമ്പോഴത്തേക്കും പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇച്ചിരി ഇതൊക്കെ കൂടുതലുണ്ട്. അങ്ങനത്തെ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്കറിയാം. ആയിക്കോട്ടെ, ഓക്കെ. ഒരു മ്യൂസിക്. ഓക്കെ, ആക്ഷൻ. കൂളിംഗ് ഗ്ലാസ് വെച്ചില്ലായിരുന്നു. ഇതെടുത്തൊക്കെ ഒന്ന് കണ്ണിൽ പണ്ടാറടങ്ങ്. ഓക്കെ, ഞാനിവിടെ എടുത്തു വെച്ച് ഇത് പറ്റി. ആയിക്കോട്ടെ. ഓക്കെ, ആക്ഷൻ. ഡയലോഗ് വരട്ടെ. എടാ, ഡയലോഗ് വരട്ടെ. സുരേഷ് ഗോപിയുടെ പറഞ്ഞപ്പോഴത്തേക്ക് കോച്ചി പിടിച്ചു പോയി. ഇതാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, നേരത്തെ പോലെ പറഞ്ഞത്. എടാ, നിന്റെ ആകത്തേക്കും പ്രകൃതിനും പൊക്കത്തിനൊക്കെ പറ്റിയ നടന്മാരെ കുറിച്ച് നീ ഈ ഡയലോഗ് പറഞ്ഞാൽ പോലെ എന്ത് പോക്കറ്റാണ് നീ കാണിക്കണത്? എടാ, ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപിനെ ഇരിക്കുന്നത്. എടാ, നമ്മൾ പറയുമ്പോ ആ നടന്റെ ഒരു ഭാവമൊക്കെ നിന്റെ കന്യം മുമ്പിലേക്ക് വരണ്ടേ? ഇതെന്താ നീ കാണിച്ചു കൂട്ടി? എന്താണ് ഇതെങ്ങനെയാണ് സുരേഷ് ഗോപിനെ ഇരിക്കണത്? ഇന്റർവെല്ലിന് വരണ്ടായിരുന്നെന്നാ? എടാ, ഇന്റർവ്യൂ എന്ന് പറഞ്ഞ 1.5 മാസം നീ പറഞ്ഞത് ഞാൻ പറയാൻ പറ്റക്കണ ഡയലോഗ് കൊടുത്ത് പറഞ്ഞിട്ട് ഡയലോഗ് എന്റെ അപ്പച്ചനെ പിന്നെ കുത്തി മലത്തിയത് കൃത്യമായിട്ട് പറയല്ലേ? ഈ കൂട്ടത്തിലേത് മോനായാലും അവനെ കൊല്ലും ചക്കൊച്ചി, വെള്ളം മോന്തും ചക്കൊച്ചി, കൽക്കര തിന്നും ചക്കൊച്ചി, എനിക്ക് മനസ്സിലായി. ഇത് വേറെ പിന്നെ ഇങ്ങനെ മോഹൻലാൽ. അത് പറയാ. ആയിക്കോട്ടെ, അത് വലിയ ഇത് കണ്ണാടി എടുക്കാൻ വേണ്ട. എത്ര വരെ പോയി? അവിടുത്തെ ഒരു ചെറിയ മ്യൂസിക്. ഓക്കെ. ഞാൻ മോഹനൻ. ഞാൻ മോഹൻലാൽ. പാട്ട് പഠിക്കണം എന്ന ചിന്താഗതിയുമായി ചെന്നപ്പെട്ടത് ഒരു കടുവയുടെ മടയിലായിരുന്നു. അതൊരു സിംഹത്തിന്റെ പുത്രം. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. 10 പൈസ ഇല്ലാതെ പോലെ എവിടെ നിന്ന് ദക്ഷിണ വയ്ക്കോ? മോഹൻലാലാവ്. എന്നാ പറയുക? ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞോളാം. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. അവസാനം ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ നിന്നും ഒരുപടി പച്ചമണ്ണ വെള്ളിത്താരി, ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ നിന്നും ഒരുപടി പച്ചമണ്ണ അണ്ണാക്കി തള്ളിയച്ച് ഒരുപടി പച്ചമണ്ണ വള്ളി അണ്ണാക്കി തള്ളിയിട്ട് യാത്ര തിരിച്ചു. ഇത് ഹിന്ദിയാണ്. നിനക്ക് അക്ഷരസ്ഫുടത ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. എങ്ങനെ എനിക്ക് ഞാൻ എന്തോരൊക്കെ നിനക്ക് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, നിനക്ക് അക്ഷരസ്ഫുടതയില്ല. 1.5 മാസമായി പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് നിനക്കൊരു ഇന്റർവ്യൂ ആളെ കിട്ടിയ നിന്നെയാണ്. എടാ, അക്ഷരസ്ഫുടത ഉണ്ടാവണമെങ്കിൽ ആദ്യം ജനറൽ നോളജ് വേണം. ജനറൽ നോളജ് വേണം. അത് വേണം. ഞാൻ പറഞ്ഞില്ലേ? എടാ, അക്ഷരസ്ഫുടതയല്ല, അക്ഷരസ്ഫുടത. അതിനെന്താ ചെയ്യണേ? അതന്നെ ഞാൻ കുറച്ച് കടങ്കഥകൾ ചോദിക്കാം. കടങ്കഥകൾ അത് നീ കറക്റ്റായിട്ട് ഉത്തരം ഓക്കെയാണോ? നീ ഞാൻ പറയുന്ന കടകളിലൊക്കെ നീ കറക്റ്റായിട്ട് ഉത്തരം പറയോ? അത് ചോദിക്കും. ഇവിടെ പല ഇതുള്ള. ഓക്കെ. മുറ്റത്ത് ചെപ്പിനടപ്പില്ല. മുറ്റത്ത് ചെപ്പിനടപ്പില്ല. കക്കൂസ്.
കക്കൂസ് കക്കൂസ് അത് കറക്റ്റാ അത്. എടാ കിണറ്. കിണറാണെങ്കിൽ ആയിക്കോട്ടെ, കക്കൂസിന് നടപ്പില്ലല്ലോ. നമ്മുടെ ഏത് നാട്ടിലാണ് നടപ്പുള്ളത്? ഇന്നത്തെ ഗവൺമെന്റ് തന്നെ ഒറ്റ കക്കൂസ് നടപ്പ് കൊടുത്തുണ്ടോ? വീട്ടില്ല വട്ടയില. പൊറോട്ട, അപ്പം, ചപ്പാത്തി അല്ലേ? മറ്റേ ഇതല്ല ചപ്പാത്തി, കടല, ചെറുപയറാണ്. എടാ പപ്പടം. പപ്പടം പറയാൻ വന്നപ്പോൾ നിങ്ങൾ കയറി പറഞ്ഞ എന്താണ്? ഞാൻ പൊറോട്ട, കടല, ഒരു ഹോട്ടലിൽ കയറി നോക്കി, ഒരു ചായക്കട കയറി നോക്കി, പുട്ട്, കടല, പപ്പടം. ഞാൻ പുട്ടും കടല വരെ പറഞ്ഞല്ലേ? പപ്പടം അല്ല, അങ്ങനെ ഇവിടെ വാ, ഇവിടെ വാ. വേറെ ചോദ്യം. അമേരിക്ക സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? അമേരിക്ക സസ്യബുക്കാണോ അതോ മാംസബുക്കാണോ? അവർ സസ്യബുക്കും അല്ല മാംസബുക്കും അല്ല, പിന്നെ അവർ ഒന്നാം തരം സെക്സ് ബുക്കാ. കൊള്ളിയല്ല അവര്. അത് വിട്ടാൽ അതൊക്കെ വിട്ടാൽ. വേറെ ചോദ്യത്തിലേക്ക്. ഘോരമായൊരു വനം. ഘോരമായൊരു വനം. ആയിക്കോട്ടെ. ആ വനത്തിലൂടെ നമ്മൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് വിശന്ന് പറഞ്ഞൊരു സിംഹം നമ്മുടെ നേരെ എടുത്തു ചാടുന്നു. നമ്മൾ എന്ത് ചെയ്യും? വൺസ് മോർ. അല്ല, ഒന്നുകൂടെ. ഘോരമായൊരു വനം. ആ വനത്തിലൂടെ നമ്മൾ രണ്ടുപേരും നടന്നു നീങ്ങുന്നു. പെട്ടെന്ന് വിശന്ന് പറഞ്ഞൊരു സിംഹം നമ്മുടെ നേരെ എടുത്തു ചാടുന്നു. നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട. വിശന്ന് പറഞ്ഞു വന്ന സിംഹം ചെയ്തോളൂ. നമ്മൾ എന്നത്ര ചെയ്യുന്ന അതല്ല വിശന്ന് പറഞ്ഞു വന്നെ, നമ്മളെ തിന്നേച്ച് പോയല്ലേ. ഇങ്ങനെയൊക്കെയാണോ? അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഗൾഫ് നാടുകൾ കട്ടഞ്ചാക്ക് സുലൈമാനി എന്ന് പറയുന്നു. അങ്ങനെയാണ് കട്ടൻ കാപ്പിക്ക് എന്ത് പറയും? ഗൾഫ് നാടുകളിൽ കട്ടഞ്ചാക്ക് സുലൈമാനി എന്ന് പറയുന്നു. അങ്ങനെയാണ് കട്ടൻ കാപ്പിക്ക് എന്ത് പറയും? അബ്ദുൾ റഹ്മാൻ, റസാഖ്, ഷാജി എന്ന് പറഞ്ഞത് എന്തായാലും ഒരു പേര് ഫിക്സ് ചെയ്യും. വേണ്ട, എന്തെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്യും. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ചിക്കൻ കുനിയും ചപ്പാത്തി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചിക്കൻ കുനിയും ചപ്പാത്തി തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ? ഒന്നുകൂടെ പറഞ്ഞേ. ചിക്കൻ കുനിയും ചപ്പാത്തിയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? അത് ഞാൻ പറയാം. പറഞ്ഞേ. ചിക്കൻ കുനിയ വറുത്തത് കൊതുക്, ചപ്പാത്തി വറുത്തത് നമ്മുടെ പെണ്ണുമ്പിള്ളമാര്. അത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, ഏതാണ് നിങ്ങൾ ഏതാണ്ട് ഈ ഉത്തരവുകൾ നിങ്ങൾ ഓക്കെ ആയിക്കോട്ടെ. ഇനിയിപ്പോ വേറൊരു കാര്യം ചെയ്യാം. ഈ പടത്തില് നായകൻ നിങ്ങളാന്ന് നിങ്ങൾ സങ്കല്പിക്കാം. എടുത്തു നിങ്ങളാണ് നായകൻ. നിങ്ങളാണ് ഈ പടത്തിലെ നായകൻ, ഞാൻ ഈ പടത്തിലെ വില്ലൻ. നിങ്ങളാണ് നെട്ടൂരാൻ. നിങ്ങളാണ് ഓക്കെ. നിങ്ങളാണ് ഈ പടത്തിലെ നായകൻ. നിങ്ങളുടെ പേരാണ്, എൻ്റെ പേരാണ് നെട്ടൂരാൻ. നിങ്ങളുടെ പേരാണ് നെട്ടൂരാൻ. ഞാൻ ഈ പടത്തിലെ വില്ലൻ. നിങ്ങൾ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുണ്ട്. ഈ നെട്ടൂരാനോട് ആണോടാ നിന്റെ കളി? എനിക്കൊന്നും മനസ്സിലായല്ലോ, ഒന്ന് പറയാമോ? ഞാനാണ് ഇന്നത്തെ വില്ലൻ, നായകൻ. നിങ്ങളുടെ പേര് നെട്ടൂരാൻ. ഞാൻ ഈ പടത്തിലെ വില്ലൻ. നെട്ടൂരാനായ നിങ്ങൾ വന്ന് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നെട്ടൂരാനോട് ആണോടാ നിങ്ങളുടെ കളി? ഇത് ചോദിച്ചാ പോരെ? മതി, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ വില്ലനോട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പറയണ ഒരു സംഭവം അതിലേ ഉള്ളൂ. ഈ നെട്ടൂരാനോട് ആണോടാ നിന്റെ കളി? ഒന്നുകൂടെ പറഞ്ഞേ. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ. ഓക്കെ. അക്ഷയ് ഒന്നുകൂടെ പറഞ്ഞേ. ഒറ്റ പ്രാവശ്യം ഒന്ന് ഇവിടെ ഡയലോഗ് ഇതാണ്. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നിങ്ങളാണ് നെട്ടൂരാൻ, ഞാൻ വില്ലൻ. എങ്ങനെ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു. എനിക്ക് ഒരു താല്പര്യമൊന്നുമില്ല. ഒന്നുകൂടെ പറഞ്ഞു. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നമ്മൾ അത്ര അകലെ പോണ്ടല്ലേ? കുറച്ച് ഇവിടുന്ന് എന്താ മണക്കണ്ടല്ലോ ഇവിടെ? ഇവിടെ എന്താ മണക്കണ്ടല്ലോ ഇവിടെ? ആലോചിക്കേ. എന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. എന്താ ചവിട്ടിക്കേറ്റിക്കൊണ്ട് എങ്ങനെ ഡയലോഗ് ഈ നെട്ടൂരാനോടാ നിന്റെ കളി? അകലെ പോണ ഇവിടെ.
നാണോ ഒരു മിനിറ്റ് നിർത്തിക്കുന്നു വൃത്തിയാക്കി പറയാം ഈ നെട്ടൂണാണോ ഈ നെട്ടൂരാണ് ആരോടാ നെട്ടൂണാണോ ഈ നെട്ടു ഈ ഹുമ്മ നിർത്തി കളയാവുന്നു ഈ ഹുമ്മ നിർത്തി കളയാവുന്നു ഈ ഹുമ്മൊന്ന് മാറ്റിക്കേ ആ കുമ്മ കളഞ്ഞു അപ്പൊ എന്റെ പേരെന്താണ് ശശി കോടനാട് അതെ എന്റെ പേരെന്താണ് സുരേഷ് സുരേഷ് ഈ ഹുമ്മ എടുത്ത് മാറ്റി കഴിയുമ്പോ എന്റെ പേരെന്താണ് എടവേ നിങ്ങളുടെ പേരല്ലേ സുരേഷ് എന്ന് ആ അപ്പൊ ഇടയ്ക്ക് ഹുമ്മങ്ങടുത്ത് മാറ്റി കഴിയിട്ട് എന്നോടാണോടാ നിന്റെ കളി ഇത് ചോദിച്ചപ്പോ അത് ഞങ്ങളെ നെട്ടൂണാണോ നെട്ടൂണാണോ നാണോടാ കളി അതിനടുത്ത് ഹും ആവശ്യമുള്ള എടോ ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കും നെട്ടൂണാണോ നാണോടാ കളി അതിനുള്ള ഹും എടോ തന്നെ നായകനായിട്ട് അഭിനയിക്കാനായിട്ട് ഞാൻ നിങ്ങൾ ഓളാവേദം നിങ്ങൾ വല്ല പണിക്കുമ്പോ എന്തേ നിങ്ങൾ എന്നാ വിചാരിച്ച എന്നെ കുറിച്ച് നിങ്ങൾ ഞാൻ എന്നാക്കാ സുരേഷ് 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 പോയി മോഹനൻ മോഹനലാൽ എടോ തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചേക്ക് എന്നെ വേണം തല്ലിക്കോ ഇങ്ങോട്ട് വാങ്ങടാ ഏതായാലും ഇന്റർവ്യൂവിന് ഒരാളെ കിട്ടി താൻ ഏതായാലും ഇന്റർവ്യൂവിൽ പാസ്സായില്ല താൻ പുറത്തേക്ക് പോവാണ് താൻ ഇനി എങ്ങനെ ജീവിക്കും ഞാൻ ജീവിക്കുന്ന കല്യാണം കഴിച്ച് അന്തതായിട്ട് സുഖമായിട്ട് ആ താൻ കല്യാണം കഴിച്ച് ജീവിക്കുന്ന പറഞ്ഞപ്പോ ഞാൻ തനിക്കൊരു കാര്യം ചെയ്യാൻ എനിക്കൊരു 3 ഓപ്ഷൻ ഞാൻ തന്റെ മുമ്പിലേക്കാണ്ട് വെക്കാം 3 ഓപ്ഷൻ എന്ത് ഇന്ന് താൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണുങ്ങളെ കുറിച്ചിട്ട് ഒരു 3 ഓപ്ഷൻ തന്റെ മുമ്പിലേക്കാണ്ട് വെക്കാം അങ്ങനെ വെക്കും ഒന്ന് എനിക്ക് മനസ്സ് പോണേ നെട്ടൂണാണോ നാണോ ഹും അതൊക്കെ പോട്ടെ എല്ലാം വിട്ടേരെ ഒരു കാര്യം പറയട്ടെ 3 പെണ്ണുകളെ കുറിച്ച് തന്റെ മുമ്പിലേക്ക് ഒരു ഓപ്ഷൻ അങ്ങോട്ട് വെക്കാം 3 പെണ്ണുങ്ങളെ താൻ കേട്ടോ ഞാൻ പറയണ താനായിട്ട് കേക്ക് 3 പെണ്ണുകളെ കുറിച്ച് തന്റെ മുമ്പിലേക്ക് ഓപ്ഷൻ അങ്ങോട്ട് വെക്കണം ഒന്ന് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ രണ്ടാമതൊരു നേഴ്സ് മൂന്നാമതൊരു ടീച്ചർ താൻ ഇതിനകത്ത് ആരെ കല്യാണം കഴിക്കും ഒന്ന് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർ രണ്ടാമതൊരു നേഴ്സ് മൂന്നാമതൊരു ടീച്ചർ ഇതിൽ താൻ ആരെ കല്യാണം കഴിക്കും ഞാൻ ടീച്ചറിനെ കല്യാണം കഴിക്കും ടെലിഫോൺ ഓപ്പറേറ്റർക്ക് എന്താണ് കുഴപ്പം ടെലിഫോൺ ഓപ്പറേറ്റർ ആരെല്ലാം കല്യാണം കഴിക്കും അന്നാണ് കാര്യം നമ്മൾ ഒന്നാമതൊരു കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് നമ്മൾ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കല്യാണപ്പന്തലൊക്കെ ഒന്ന് പൊളിച്ചടുക്കി കൊടുത്തു ആ വണ്ടിക്കാരൊന്ന് പറഞ്ഞു വിട്ടു ആ പണ്ടാരികളെ മറ്റേ സാധനം ഉണ്ടാക്കാൻ എല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം കുളിച്ച് റെഡിയായി നമ്മൾ വീട്ടിൽ കയറി ചെന്ന് കഴിയുമ്പോൾ നമ്മൾ മണിയേറെ കയറി ചെല്ലുമ്പോൾ ഒരു മുല്ലപ്പൂവൊക്കെ ചൂടി കുറച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി ഒരു ഗ്ലാസ് പാല് വാട്ട ഒരു പെണ്ണിനെ അല്ലേ ആ മണവാട്ടിനെ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ സമയത്ത് ഈ ടെലിഫോൺ ഓപ്പറേറ്റർ വന്നിട്ട് നമ്മളോട് എന്നാണ് ഈ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ക്യൂവിലാണ്, നിങ്ങൾക്ക് റേഞ്ച് ഇല്ല, നിങ്ങൾ പരിധിക്ക് പുറത്താണ് എന്ന് പറഞ്ഞ് ഞാൻ എന്നാ പരിധി നേഴ്സിനൊക്കെ എന്നാ ഡോക്ടറെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടണേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടണ ഡോക്ടർ വന്നാലോ അല്ലെങ്കിൽ നേഴ്സ് വന്നാലോ നിങ്ങൾക്ക് ബെഡ് റെസ്റ്റ് എടുക്കണം, നിങ്ങൾക്ക് ഭയങ്കര അസുഖമെന്ന് പറയും എന്നൊക്കെ പറയും. ടീച്ചറാണ് യാതൊരു കുഴപ്പമില്ല. അതെന്താണ് എത്ര രാത്രിയായാലും ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ട് കിടത്തി ഓർക്കുള്ളൂ.